ചെയ്യാനുള്ള ഒരു കാരണം ആ ക്യാരക്ടർ പറഞ്ഞപ്പോഴുള്ള ഒരു റിയാക്ഷൻസ് ഒക്കെ ഇതിൽ ചെയ്യാനുള്ള കാര്യം ഇപ്പം നിങ്ങൾ വിഷ്വൽ കണ്ടില്ലേ, അങ്ങനെ തന്നെയാണ് ഡയറക്ടർ സാർ എന്നോട് പറഞ്ഞത്. സോ പിന്നെ ഇങ്ങനത്തെ ഒരു പടത്തിൻ്റെ ഒരു മൂഡ് അറിയാം, ഇതൊരു വിഷ്വൽ ഇങ്ങനെ ആയിരിക്കും അറിയാം പറയണം. സോ അത് പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ദിലീപ് സാർ ദിലീപേട്ടനൊരു കാരണം, ഞാൻ ഏത് പടം ദിലീപേട്ടൻ വിളിച്ചാലും ഞാൻ അവിടെ ഓടിയെത്തിയിരിക്കും. അത് പണ്ട് പോലെ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ട സൈഡാണ് റിയാസ് ഖാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമായില്ല. ഇനി എല്ലാം ദിലീപേട്ട സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഞാൻ പറയാം, ഞാൻ ആ കാറ് തരില്ലാന്ന് പറഞ്ഞില്ല. എടുത്തു വെച്ചേക്കത് സെക്കൻഡ് പാർട്ടിന് വേണ്ടേ. ആ വണ്ടി ഓടൂല. ഞാനും വണ്ടി കൊണ്ടുപോയപ്പോ തന്നെ എഞ്ചിനെടുത്ത് മാറ്റി വെച്ചു. കാരണം അത് ഓടൂല എന്ന് പറഞ്ഞില്ല. ഇവരെന്ത് ചെയ്യും മനസ്സിലായില്ലേ? സെക്കൻഡ് പാർട്ടി നമ്മളൊന്നുമില്ല, നമ്മള് അതുവരെ കുറെ റെഫറൻസ് കാണിച്ചു. അവിടുന്ന് നമ്മുടെ പടത്തിൻ്റെതായ 2 വണ്ടികൾ എന്നുള്ള രീതിയിലാണ് ആ 2 വണ്ടി നമ്മളവിടെ കൊണ്ടുവന്നത്. അങ്ങനെയായിരുന്നു ആ ഐഡിയ. പിന്നെ കാട്ടിൻ്റെ അകത്തായിരുന്നല്ലോ അതിൻ്റെ ചേസും വീട്. അപ്പോൾ കുറച്ച് ഓഫ് റോഡിലൊക്കെ പോകുന്ന രീതിയിലുള്ള നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോലത്തെ ഒരു വണ്ടി ഉണ്ടാവണം. ഈ പടത്തിലെ വണ്ടി എന്ന് അറിയപ്പെടാൻ പറ്റുന്ന രീതിയിൽ വണ്ടി ഉണ്ടാവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും സമയം നമ്മൾ കുറേ റെഫറൻസും ഒക്കെ കാണിച്ചു. അപ്പോൾ അവിടെ നമുക്ക് നമ്മളേതായ ഒരു സിഗ്നേച്ചറിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഉണ്ടാക്കിയതാണ്. ശരിക്കും വിജയ് സാറിനെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ? ഫാൻ മൂവ്മെന്റ് എന്നുള്ള ഫാൻ ബോയ് എന്ന ലെവലിലാണ് ഇവിടെ പടത്തിൽ വിജയ് സാറിന്റെ പാട്ടുകളായാലും പറയാൻ പറ്റത്തില്ലേ, അങ്ങനത്തെ കുറച്ച് സീനുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് വിജയ് സാറെ റെഫർ ചെയ്യാനുള്ള കാരണം എന്താണ്? വിജയ് ഫാൻസിനെ അട്രാക്ട് ചെയ്യാൻ എന്നുള്ളതുകൊണ്ടാണോ അതോ വിജയ് ഫാൻ എന്നുള്ള ലെവലിലാണോ? നമ്മൾ അങ്ങനത്തെ ആളാണല്ലോ, ആ വിജയ് ഫാനാണല്ലോ. അപ്പോൾ പിന്നെ ഈ കാരണം എന്താ പറയാ, ഇപ്പൊ ഞാൻ ഗുഡ് ബാഡ് അഗ്ലിയും കണ്ടപ്പോൾ എനിക്ക് തോന്നിച്ചാൽ അങ്ങനത്തെ ഉള്ള വിജയ് സാറിന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകൾക്ക് അത് റെഫറൻസ് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ പറയുന്നത് കേട്ടത് കുറേ റെഫറൻസ് കിട്ടിയില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അതൊരു വിജയ് സാറിന്റെ പടമാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി റെഫറൻസ് ആൾക്കാർക്ക് കണക്ട് ആവും. അപ്പോൾ അത്രയും ആളുകളിലേക്ക് എത്തിയ ഒരു നടനാണ്, സ്റ്റാറാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് DVD കാണുന്ന പടം ഗില്ലിയാണ്. അപ്പം അന്ന് മുതലേ ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് ഇവിടെ ഡയറക്ടറിനെ അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് ആദ്യ ദിവസം 7 കോടി എന്നുള്ളത്. എമ്പുരാനായിരുന്നു 10 കോടിയിൽ വന്നത്. സെക്കൻഡ് കേരളത്തിലെ ഏറ്റവും ഗ്രോസ് വന്ന സിനിമ 7 കോടി. പിന്നീടുള്ള ദിവസങ്ങൾ അത് 4 കോടിയിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും തിങ്കളാഴ്ച ആകുമ്പോൾ വീണ്ടും സ്റ്റഡി ആവുന്നു. അതെന്താണെന്ന് പരിശോധിച്ചിരുന്നു. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ബോക്സ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട നമ്പറുകളായതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഉത്തരം പറയാമെന്ന് കരുതിയത്. അതായത് ഡേ 1 7 കോടിയിലേക്ക് മുകളിൽ, പിന്നീട് അത് 4 കോടിയായി, പിന്നെ 3 കോടി സ്റ്റെബിലൈസ് ചെയ്തു എന്ന് പറഞ്ഞു. അതെ സ്ക്രീനിൽ 2 കാര്യങ്ങളാണ്. 7 കോടി നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മണിക്കൂർ തന്നെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 17,000 ടിക്കറ്റ് എന്നുള്ള ഒരു റെക്കോർഡ് റേറ്റിൽ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ 24 അവേഴ്സിനുള്ളിൽ 1,77,000 ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി വിറ്റ് കഴിഞ്ഞു. ബുക്ക് മൈ ഷോ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ ഒരു 70% തിയേറ്ററുകളിലുള്ള ആപ്പാണ്. ബാക്കി സ്വന്തമായിട്ടുള്ള ആപ്പും ടിക്കറ്റും സൊമാറ്റോ പോലെ മറ്റു ആപ്പുകളും ഉണ്ട്. അപ്പം അത് യഥാർത്ഥ നടക്കില്ല. അപ്പം 1,70,000 ടിക്കറ്റ് 24 അവേഴ്സിൽ വിറ്റ് കഴിഞ്ഞു. 7 കോടിക്ക് മുകളിൽ ഡേ 1 പറഞ്ഞതുപോലെ ഒരു ഹിറ്റ് നമ്പർ വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവതാർ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ചിത്രം വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 93 സ്ക്രീൻസ് 2 ദിവസം കട്ട് ചെയ്തു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഏത് പടം കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ പടം ഫസ്റ്റ് ഡേ 8 മണിക്കാണ് തുടങ്ങിയത്. രാത്രി ലേറ്റ് ഷോ 250-ലധികം ഷോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.